നിയമസഭയ്ക്കകത്തും പുറത്തും ബ്രൂവറി അഴിമതി ഉന്നയിച്ച് പ്രതിപക്ഷം. സഭയ്ക്കകത്ത് സബ്മിഷനായും പ്രത്യക്ഷ സമരത്തിന് യൂത്ത് കോൺഗ്രസിനെ ഇറക്കിയുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ തന്ത്രം. സർക്കാർ ഉത്തരവിലെ മിക്കവാറും വാചകങ്ങൾ എഴുതിയത് ഒയാസിസ് കമ്പനിയെന്ന് തിരുവഞ്ചൂർ പരിഹസിച്ചപ്പോൾ പാലക്കാട് എക്സൈസ് മന്ത്രി അതേ നാണയത്തിൽ മറുപടി നൽകി. സഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാത്തത് ഭീരുത്വമാണെന്നായിരുന്നു എക്സൈസ് മന്ത്രിയുടെ വെല്ലുവിളി. നേതാക്കന്മാരുടെ ഏറ്റുമുട്ടലിനിടെ യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ആദ്യം നേതാക്കന്മാരുടെ വാക്പോരിലേക്കും സംഘർഷത്തിലേക്കും ദൃശ്യങ്ങളിലേക്കും. ഇനി മേലാലിത് അനുവദിക്കുകയല്ല എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ്. ആ സംസ്ഥാനത്ത് 25 കൊല്ലക്കാലത്തെ പാരമ്പര്യം നിങ്ങൾ തകർത്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള പ്രവർത്തനം യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ കുടിച്ചു നശിക്കുന്നതിന് വേണ്ടിയുള്ള വഴിവെട്ടുകയാണ്. ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നാക്കം പോയി പുതിയ പ്രശ്നങ്ങളാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പൊ ടെൻഡർ വിളിച്ചില്ല എന്ന വാദം പൊളിഞ്ഞുപോയി, തെറ്റായിപ്പോയി എന്ന് പ്രതിപക്ഷം സമ്മതിക്കട്ടെ. അസംബ്ലി നടക്കല്ലേ, എന്താ അസംബ്ലിയിൽ ഇത് കൊണ്ടുവരാൻ എന്താ പ്രതിപക്ഷത്തിന് ഭയം? അസംബ്ലിയിൽ നിന്ന് പ്രതിപക്ഷം സബ്മിഷൻ ഉന്നയിച്ചു. സബ്മിഷനായിട്ട് ഇന്ന് ഉന്നയിച്ചാൽ അതിനർത്ഥം എന്താ? ഇനി ഇത് ഈ സഭയിൽ അടിയന്തരപ്രമേയമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അതിനർത്ഥം പ്രതിപക്ഷം ഒളിച്ചോടി എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന കമ്മിറ്റിയുടെ സമരം, നിയമസഭാ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പദ്ധതി പ്രദേശത്ത് അതിശക്തമായ സമരം, ഇന്നലെ സമരം ഉണ്ടായിരുന്നു, ഇന്നും സമരം ഉണ്ടായിരുന്നു, അവിടുത്തെ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. രാഹുൽ, ഈ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരം ഏത് രീതിയിലായിരിക്കും? സംസ്ഥാന കമ്മിറ്റിക്ക് നമ്മുടെ ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം ജലചൂഷണം അനുവദിക്കാൻ കഴിയില്ല. അതാണ് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സമരം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള സമരമാണ്. അത് തുടരുക തന്നെ ചെയ്യും. നിങ്ങളും അന്വേഷിക്കുക, ആ പദ്ധതി പ്രദേശവും എക്സൈസ് വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്താണ് നിങ്ങൾ അന്വേഷിച്ചാൽ. സൈലാബ്ദീനും ടി നന്ദഗോപാലും ചേരുന്നുണ്ട്. ആദ്യം സൈഫിലേക്ക്. സൈഫ്, ഈ കേരളത്തിലെ ഏറ്റവും വലിയ മദ്യ കുംഭകോണമാണ് നടക്കാൻ പോകുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇറങ്ങുന്നത്. പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു. സഭയ്ക്കകത്തും വലിയ സംഘർഷം ഉണ്ടാകുന്നു, വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് സഭയിലും പുറത്തും സംഭവിച്ചത്? ധന്യ, ഈ വിഷയം സജീവമാക്കി നിർത്താൻ വേണ്ടിയുള്ള തീരുമാനം പ്രതിപക്ഷം നേരത്തെ തന്നെ എടുത്തതാണ്. സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് കടന്നുകൊണ്ട് അത് സജീവ ചർച്ചയാക്കി മാറ്റാനുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തിരുന്നു. ആദ്യ ദിവസം, സഭ തുടങ്ങിയ ആദ്യ ദിവസം നയപ്രഖ്യാപന ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മറ്റ് കാര്യമായ നടപടിക്രമങ്ങളിലേക്ക് കടന്നില്ല. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിച്ച് സഭ പിരിയുകയും ചെയ്തു. ഇന്ന് ആ വിഷയം നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞതിനകത്തൊരു തെറ്റുണ്ട്. അത് സബ്മിഷനായിട്ടല്ല അത് ഉന്നയിച്ചത്. അത് ഉന്നയിക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ്. സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം അത് ശ്രദ്ധ ക്ഷണിക്കലായിട്ടോ സബ്മിഷനായിട്ടോ കൊണ്ടുവന്നിട്ടില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കുന്നതിനിടയിൽ ആദ്യമായി വിഷയം ഉന്നയിക്കുന്നത് കോട്ടയത്ത് നിന്നുള്ള MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൃത്യമായ വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഇത് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത്, മദ്യനയത്തിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത് എപ്പോഴാണ് മാറ്റം വരുത്തിയത്? ഇത് ഇവർക്ക് മാത്രം എങ്ങനെ കരാർ നൽകുന്നു? ഇടതുമുന്നണിയുടെ നയം എന്നുള്ളത് മദ്യവർജനമാണ്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ തീരുമാനമാണ് ആ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനൊപ്പം തന്നെ ഒയാസിസ് എന്ന കമ്പനി തയ്യാറാക്കിയ ഭാഗങ്ങളാണ് ആ ഉത്തരവിലുള്ളത് എന്ന പരിഹാസം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതിന് മറുപടി എന്നോണം ഭരണപക്ഷത്ത് നിന്ന് സംസാരിച്ചത് അത് നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ തന്നെയാണ് ആ സംസാരവും വരുന്നത്. ചിത്രഞ്ജൻ, PP ചിത്രഞ്ജൻ, ആലപ്പുഴയിൽ നിന്നുള്ള PP ചിത്രഞ്ജനാണ് അതിന് മറുപടി നൽകുന്നത്. അദ്ദേഹം ഉന്നയിച്ച ആരോപണം തിരിച്ച് പ്രതിപക്ഷത്തിന് നേരെ തിരിച്ചുവിടുകയായിരുന്നു. കർണാടകയിൽ നിന്നുള്ള ഡിസ്റ്റിലറി ലോബിക്ക് വേണ്ടിയാണ് ഈ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. കർണാടകയുടെ ഡിസ്റ്റിലറിയെ തൊട്ടാൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. പിന്നാലെ സംസാരിച്ച ടി സിദ്ദീഖ് ഉണ്ടായിരുന്നു. ടി സിദ്ദീഖ് പറഞ്ഞത് ഈ സർക്കാരല്ല ഏത് സർക്കാർ വന്നാലും കഞ്ചിക്കോട് മദ്യശാല കൊണ്ടുവരാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് അദ്ദേഹവും പറഞ്ഞു. അങ്ങനെ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ മൂന്ന് MLA മാർ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് സജീവ ചർച്ചയാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. നാളെ അത് അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ MP രാജേഷിൻ്റെ ഒരു പ്രതികരണം, അദ്ദേഹം പറയുന്ന വാചകം, ഇതെന്തുകൊണ്ട് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നില്ല, ഭീരുത്വം കൊണ്ടാണ് അടിയന്തര പ്രമേയമായി കൊണ്ടുവരാത്തത്. സഭയിൽ ഞാൻ എണ്ണി മറുപടി പറയാം. അഴിമതി ആരോപണമാണല്ലോ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അഴിമതി ആരോപണം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ സഭയിൽ വരട്ടെ, സഭയിൽ ഞാൻ എണ്ണി മറുപടി നൽകോളാം. ഈ വെള്ളവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താരോപണമായാലും, അഴിമതി ആരോപണമായാലും എന്താരോപണമായാലും അത് സഭയിൽ താൻ മറുപടി നൽകിക്കൊള്ളാം എന്ന വിശദീകരണമാണ് എക്സൈസ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നാളെ സഭയിൽ ഈ വിഷയം കൊണ്ടുവരും എന്നാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന സൂചനകൾ. പ്രതിപക്ഷം
ഒരുപക്ഷേ അത് അടിയന്തര പ്രമേയമായി തന്നെ ഉന്നയിച്ചേക്കാം. ആ വിഷയത്തെ വിട്ടുകളയാൻ വേണ്ടി പ്രതിപക്ഷം ആലോചിക്കുന്നില്ല. നാളെ ഇനി അടിയന്തര പ്രമേയമായി കൊണ്ടുവരുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഒരുപക്ഷെ ഇത് ചർച്ച ചെയ്തേക്കാം എന്നുള്ളതായിരിക്കാം. കാരണം വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം അത് CPM-ന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാം ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ചർച്ച ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാം എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇത് അടിയന്തര പ്രമേയമായി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി MP രാജേഷ് പാലക്കാട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാലക്കാടാണ് ഉള്ളത്. അദ്ദേഹം ഇന്ന് തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. എന്തായാലും പ്രതിപക്ഷം ആ വിഷയത്തെ വിട്ടുകളയാൻ വേണ്ടി ആലോചിക്കുന്നില്ല. ഇനി ഇടതുമുന്നണിയിലേക്ക് വരികയാണെങ്കിൽ ഇടതുമുന്നണിയിൽ ചില അസ്വാരസ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ഇതിനകത്ത് കാര്യമായ പ്രതികരണത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അതേസമയം തന്നെ CPI-യുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ചില സംശയങ്ങൾ അതിനകത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊരു സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു പൊതുവികാരമായി കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സംസ്ഥാന സെക്രട്ടറി ആ നിലപാട് പറയുന്നവരെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു പൊതു നിലപാടായി നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയില്ല. സംസ്ഥാന സെക്രട്ടറി പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് പാർട്ടി നിലപാടായി വരികയും ചെയ്യും. പാലക്കാട് പാർട്ടി പ്രാദേശിക നേതൃത്വത്തിന് CPI-യുടെ പ്രാദേശിക നേതൃത്വത്തിന് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില എതിർപ്പുകളും ചില സംശയങ്ങളും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെ വികാരം ആ പാലക്കാട് പ്രാദേശിക പാർട്ടിയുടെ വികാരം സംസ്ഥാന നേതൃത്വം ഉൾക്കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടായി പുറത്തു വന്നേക്കാം. CPI ഇതിനെ എതിർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് ഇടതു മുന്നണിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ധന്യ. ശരി, സൈഫ് നന്ദഗോപാൽ കൂടി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, സൈഫ് പറഞ്ഞതുപോലെ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകളുണ്ട്, ഘടകകക്ഷികൾ തന്നെ എതിർപ്പുന്നയിക്കുന്നുണ്ട്, വലിയ പ്രത്യക്ഷ സമരത്തിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ കടക്കുന്നുമുണ്ട്. അപ്പം പാലക്കാട്ടെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ അവിടുത്തെ ഈ പഠനം നടത്തിയതുമായി ഇപ്പൊ ജലവകുപ്പിനെതിരെ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുവെ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴുള്ള ഒരു വിവരങ്ങൾ എന്താണ്? മറ്റൊന്ന്, ഈ പ്രാദേശികമായ എതിർപ്പിൽ ആ സമ്മർദ്ദത്തിൽ സർക്കാർ തീരുമാനം മാറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണോ പ്രതിപക്ഷ പാർട്ടികൾ? നിലവിൽ ഈ ഒരു ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നതു മുതൽ തന്നെ ഇവിടെയുള്ള ജലക്ഷാമം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത്. ഇത് തന്നെയാണ് CPI-യുടെ പ്രാദേശിക നേതാവും ചൂണ്ടിക്കാട്ടിയത്. എലപ്പുള്ളിയിലെ ലോക്കൽ സെക്രട്ടറിയായ ചെന്താമരാക്ഷന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, അത് പരിഹരിക്കണം. അവിടെ ബ്രൂവറി വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ജലക്ഷാമം അവിടെ സൃഷ്ടിക്കുമെന്നുള്ളത് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം മലമ്പുഴയിൽ നിന്നുമാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ പോലും മലമ്പുഴയിൽ നിന്നും കൃഷിക്കും കുടിവെള്ളത്തിനുമുള്ള വെള്ളം ഉപയോഗിച്ച ശേഷം മാത്രമേ ഇത്തരത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പാടുകയുള്ളൂ എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തന്റെ ഈ ആശങ്കകളൊക്കെ തന്നെ ഈ ജില്ലാ നേതൃത്വത്തെ ഈ ചെന്താമരാക്ഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ നേതൃത്വം ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് അനുസരിച്ച് അടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ചെന്താമരാക്ഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതേ ചോദ്യം MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ ആരുടെയും എതിർപ്പ് കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയത്. സർക്കാരിന്റെ നിലപാടാണ് താൻ പറയുന്നത് എന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെയും പ്രതികരണം. അങ്ങനെ സംസ്ഥാന നേതൃത്വം, CPI-യുടെ സംസ്ഥാന നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണമായി വന്നാൽ മാത്രമേ ഇനി CPM-ഉം സർക്കാരും ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനം സ്വീകരിക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ജലവകുപ്പും ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. നേരത്തെ സർക്കാരിന്റെ ഉത്തരവ് അനുസരിച്ച് ജലവകുപ്പ് ഈ ബ്രൂവറിക്ക് ആവശ്യമായ ജലം നൽകുമെന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ നടത്തിയ ഒരു പ്രതികരണത്തിൽ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ഓയിൽ കമ്പനിയുമായി നടത്തേണ്ട ചർച്ചയ്ക്ക് വേണ്ടിയാണ് എത്തനോൾ നിർമ്മിക്കുന്ന ഫാക്ടറി എന്ന പേരിൽ ഈ NOCക്ക് വേണ്ടി അപേക്ഷിച്ചത് എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം കിൻഫ്രയിലേക്ക് ഇവിടെ നിന്നും ജലവകുപ്പ് 10 MLD വെള്ളം നൽകുന്നുണ്ട്. ഈ വെള്ളം കിൻഫ്രയുടെ അനുമതിയോടുകൂടി ബ്രൂവറിക്ക് നൽകാം എന്നുള്ളതും ജലവകുപ്പ് അറിയിച്ചതാണ്. ഈ കാര്യമാണ് സർക്കാരിനോട് പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജലവകുപ്പും അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ പ്രതികരണങ്ങളും കാര്യമായ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്ന് നടക്കുന്ന ഓരോ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ശരി, നന്ദ